ഇപ്പോ നമ്മളിപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ജനുവരി മാസം മുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്താണ്? കുടിവെള്ള പ്രശ്നമാണ്. ഈ കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ടി ഈ MLA മാരും ഈ മന്ത്രിയുമൊക്കെ എന്ത് നിലപാടാ സ്വീകരിച്ചിട്ടുള്ളത്? ഇപ്പൊ അദ്ദേഹം അയ്യപ്പൻ കോശം കളിക്കുകയാണല്ലോ, അദ്ദേഹം ഗോതയിലിറങ്ങി നിൽക്കുകയാണ്. ഈ മൽപ്പിടുത്തം അദ്ദേഹത്തിന് നല്ല വശമുള്ള ആളാ. പക്ഷേ രാഷ്ട്രീയത്തിൽ ആശയ സംവാദമാണ് ആവശ്യം. അയ്യപ്പനും കോശിയും കളിയൊക്കെ നമുക്ക് കളിക്കാം. എന്താണ് സർക്കാർ ചെലവിൽ മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും ഒക്കെ കൈയാളിയിട്ട് കഴിഞ്ഞ 25-30 വർഷം കൊണ്ട് ഇവർ ഒരു ചെറുവിരൽ അനക്കിയിട്ടുണ്ടോ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി? 1990-കളിൽ അരുവിക്കരയിൽ നിന്നും വെള്ളം ശുദ്ധജലം കൊണ്ടുവരാൻ വേണ്ടി ഭൂമിക്കടിയിൽ ഇട്ട പൈപ്പ് 30 വർഷം കഴിയുമ്പോഴേക്കും അതിന്റെ കാലാവധി കഴിയും. അതിനു മുൻപ് തന്നെ പുതിയ പൈപ്പ് ലൈൻ ഇട്ടെങ്കിൽ മാത്രമേ വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാവുകയുള്ളൂ. അതിന് ഇവർക്കാർക്കും തന്നെ സാധിക്കാത്തത് കൊണ്ടാണ് തിരുവനന്തപുരം പട്ടണം ഇന്ന് കുടിവെള്ള പ്രശ്നം അനുഭവിക്കുന്നത്.